ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ച വാർഷികം എന്നൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. പക്ഷെ അതിൽ ഇന്ന് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ച വാർഷികം കൂടിയാണ്. ഇതാരും അധികം ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിലും ഹിസ്ബുള്ള ലെബനനിൽ നിന്ന് ഇസ്രായേലിലേക്കും ഇസ്രായേലിൽ നിന്ന് ലെബനിലേക്കും ആക്രമണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇനിയും ആ ആക്രമണങ്ങൾ ഏതറ്റം വരെ പോകാനാണ് സാധ്യതയെന്ന്? ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. വാർഷികം പ്രമാണിച്ച് വലിയ തിരിച്ചടി കിട്ടുമെന്ന് ലോകം പ്രതീക്ഷിച്ചെങ്കിലും അത്രയും വലിയ തിരിച്ചടി ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇസ്രായേലിലേക്ക് ലെബനനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നു, ഇസ്രായേൽ തിരിച്ചാക്രമിക്കുന്നുണ്ട്, ഹമാസിന് നേരെ ആക്രമണമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് യഹിയ സിൻവർ എന്ന് പറയുന്ന അവരുടെ നേതാവ് ഇസ്രായേലിൽ നിന്ന് പിടിച്ചുപോയ ബന്ദികളെ ചുറ്റും നിർത്തിക്കൊണ്ടാണ് നടക്കുന്നത്. അതായത് എങ്ങാനും ഇസ്രായേലിൽ റോക്കറ്റ് ആക്രമണമോ ബോംബാക്രമണമോ നടത്തിയാൽ യഹിയ സിൻവറിനൊപ്പം പൊട്ടിത്തെറിക്കാനായിട്ട് കുറേ ബന്ദികളെ നിർത്തിയിരിക്കുന്നു. ഒപ്പം ഹമാസിൻ്റെ നേതാവ് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന ഇസ്രായേലുകാരായ ബന്ദികളുടെ ജീവിതം വളരെ ദുസ്സഹമാണ്, ശാരീരികവും മാനസികവുമായി അവർ തകർന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഈ ആക്രമണമൊക്കെ നിർത്തണമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. പക്ഷേ ഇസ്രായേൽ ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നു. ലെബനിലേക്ക് കര വ്യോമ ആക്രമണം നടത്തുന്നു. ഇസ്രായേലിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ അവരൊക്കെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഹമാസിനെയും ഹൂത്തികളെയും അതുപോലെ ഹിസ്ബുള്ളയെയും ഈ ഭൂലോകത്ത് നിന്ന് പൂർണ്ണമായും അവസാനിപ്പിച്ച ശേഷമേ അവർ യുദ്ധം നിർത്തുകയുള്ളൂ എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ മുന്നോട്ട് പോവുക. ഇത് പശ്ചിമേഷ്യയുടെ സമാധാനം തിരിച്ചു കൊണ്ടുവരുന്നതിന് വലിയ താമസം ഉണ്ടാക്കില്ലേ? ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാക്കും. കാരണം ഇസ്രായേൽ ഒരു അന്തിമ യുദ്ധത്തിനാണ് ഒരുങ്ങിയിരിക്കുന്നത്. അത് ആണ് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ ഒരേ ഒരു കൺസേൺ എനിക്ക് തോന്നുന്നു, ഈ യുദ്ധം അവസാനിക്കും എന്നൊന്നും നമുക്ക് സ്വപ്നം കാണാൻ പോലും ഇപ്പോൾ പറ്റില്ല. അത് എന്ന് എന്നതൊക്കെ വളരെയേറെ ആലോചിച്ച ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. പക്ഷേ ഈ പ്രധാനപ്പെട്ട പ്രശ്നം തൊട്ട് മുമ്പിലുള്ളത് 100 പേരിപ്പോഴും 100 ഇസ്രായേൽ പൗരന്മാർ അവരുടെ കയ്യിലുണ്ട്. 106 പേരെ മാത്രമേ വിട്ടുള്ളൂ. അത് ഇസ്രായേൽ പറയുന്നതായതുകൊണ്ട് കൃത്യമായിരിക്കും, കണക്ക് ഒക്കെ ശരിയായിരിക്കും. ആ 100 പേരെ ഇപ്പോൾ കവചമായും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു മിസൈൽ ഇന്നയാളെ ഉന്നം വെച്ച് വരുന്ന ഏത് സമയത്തും അവർക്കറിയാം ആരെയായിരിക്കും അടുത്ത ടാർഗറ്റ് എന്ന്. അപ്പോൾ മിസൈൽ ഏത് സമയത്തും വരാനിടയുള്ളതുകൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് കൊണ്ട് മാറിയാൽ ഒരു ഇസ്രായേലിക്ക് കൊള്ളാവുന്ന തരത്തിലാണ്, ഇസ്രായേൽ പൗരന് കൊള്ളാവുന്ന തരത്തിലാണ് അവർ മൂവ് ചെയ്യുന്നത്. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, യുദ്ധം നമുക്ക് ഈ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ പണ്ട് ഏറ്റവും വലിയ യുദ്ധത്തിന് പറഞ്ഞിരുന്നത് വേൾഡ് വാർ എന്നാണ്, ലോകമഹായുദ്ധം. അതിൻ്റെ ഒരു പ്രത്യേകത, ലോകരാജ്യങ്ങൾ മൊത്തത്തിൽ 2 ചേരിയായിട്ട് നിൽക്കുകയായിരുന്നു, 2 പക്ഷത്തും ചേരുക. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ തേർഡ് വേൾഡ് വാർ എന്നതിന് വിളിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല, വേണമെങ്കിൽ അതിൽ തെറ്റുമില്ല. കാരണം ലോകം കണ്ട ഏറ്റവും വലിയ കൊല, ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ, ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റീസ്, ഏറ്റവും കൂടുതൽ ബ്ലഡ് ഷെഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ യുദ്ധത്തിലും. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒക്ടോബർ 7-ന് ഹമാസ് കാണിച്ച ചാവേർ ആക്രമണം, ഒക്ടോബർ 8-ന് ഹിസ്ബുള്ള കാണിച്ച ആക്രമണം, ഇത് രണ്ടിനും വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു പ്രത്യേകത, ഒരേ ഒരു പ്രത്യേകത, ഇതിലൊരു ഭാഗത്ത് ഇസ്രായേൽ മാത്രമാണ് എന്നുള്ളതാണ്. മറുഭാഗത്ത് രാഷ്ട്രങ്ങൾക്ക് പകരം, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു വ്യത്യാസമുള്ളത്. ഒരു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകമഹായുദ്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനെ ഞാൻ അങ്ങനെ കാണുന്നു, ഒരു തേർഡ് വേൾഡ് വാറായിട്ട്. പക്ഷേ ഒരു വ്യത്യാസമുള്ളത്, ഒരു ഭാഗത്ത് ഒരേ ഒരു രാഷ്ട്രം, മറുഭാഗത്ത് ഒറ്റ രാജ്യവും ഇല്ല, ഒറ്റ രാജ്യവും മറുപുറത്തില്ല. ഇപ്പോൾ ഫലസ്തീൻ എന്ന രാഷ്ട്രമില്ല, നോ ലാൻഡാണ് അവർക്ക്, നോ കൺട്രിയാണ്, അവർക്ക് അഡ്രസ്സ് ഇല്ല. അവർക്ക് രാഷ്ട്രം കൊടുക്കാമെന്ന് UN പറഞ്ഞ സമയത്ത് അവർ അംഗീകരിച്ചുമില്ല. ഇന്നിപ്പോൾ ഫലസ്തീനില്ല. ഒരു ഭാഗത്ത് മാത്രം ഒരു രാജ്യമുണ്ട്, അത് ഇസ്രായേലാണ്. മറുഭാഗത്ത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും തലവേദന സൃഷ്ടിക്കുന്ന പ്രധാനപ്പെട്ട 3 ഭീകരവാദ ഗ്രൂപ്പുകളാണ്. ഒന്ന് ഫലസ്തീൻ്റെ പേരിൽ ഉണ്ടായി വന്ന ഹമാസാണ്. അത് ലോകത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വലിയ പങ്കുള്ളതാണ്. ഈജിപ്തിലെ ഈ ഇഖ്വാനുൽ മുസ്ലിമൂൻ, ഇസ്ലാമിക് ബ്രദർഹുഡ്, അവരുടെ കാർമ്മികത്വത്തിൽ ഉണ്ടായതാണ് ഫലസ്തീനിൽ. 93 തൊട്ട് അവരുണ്ട്. ഇവർ എന്നുവെച്ചാൽ ഹമാസ് ഉണ്ട്. ഹിസ്ബുള്ള ഇറാൻ്റെ പിന്തുണയോടുകൂടി, ഇത് രണ്ടും ഇതൊക്കെ പ്ലാൻ ചെയ്താണ്. ശരിക്കും ഈജിപ്റ്റ് പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ് ഹമാസിനെ, ഇറാൻ പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ്. രണ്ടും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് സുന്നി രാജ്യമാണ്, മറ്റേത് ഷിയ രാജ്യമാണെന്നേ ഉള്ളൂ. ഇറാൻ പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ് ഹിസ്ബുള്ള. അവർ ലെബനോണിലാണ് ബേസ് ചെയ്തത്. ഈജിപ്റ്റ് പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഹമാസിനെ ഫലസ്തീനിലാണ് പ്ലാൻ ചെയ്തത്.
ഇത് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ചുരുക്കത്തിൽ അപ്പുറത്ത് ഇവരുടെ ഈ സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഹൂത്തി തീവ്രവാദികൾ, അതും ഇറാൻ്റെ വേറൊരു 2 ലക്ഷ്യത്തിന് വേണ്ടി വിനിയോഗിച്ചതാണ്. ഒന്ന് ഫലസ്തീൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിസ്ബുള്ള ഉണ്ടാക്കി വിട്ടതുപോലെ മറ്റ് അറബ് രാജ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഒരു ഭീഷണി എന്നല്ലേ സൗദി അറേബ്യയും ഈ ഖത്തറിലേക്ക് ഭീഷണിപ്പെടുത്താൻ. ഇപ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ അറബ് ലോകത്തും പടിഞ്ഞാറൻ ലോകത്തൊക്കെ ഒരുപോലെ ഭീഷണിയായിട്ട് ഈ 3 ഭീകരവാദികളുണ്ട്. ആ 3 തീവ്രവാദികളെ വകവരുത്തുന്നത് വരെ ലോകത്തിൻ്റെ ഏത് രാജ്യത്തും നിഷ്കരുണം കടന്നു കയറിയിട്ട് എത്ര കാഷ്വാലിറ്റീസ്, എത്ര സിവിലിയൻസ്, എത്ര പേരെ കൊല്ലുമെന്നൊന്നും ഞങ്ങളുടെ ഇഷ്യൂ അല്ല. അവരെ വകവരുത്തുന്നത് വരെ ലോകം മുഴുവനുള്ള പടയോട്ടം തുടരും എന്നാണ് ഇതിൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ മാഷേ. ഇപ്പോൾ നമ്മൾ ഹൂത്തികൾ, ഹിസ്ബുള്ള, ഹമാസ് ഇവരെ 3 പേരെ പറ്റിയും നമ്മൾ പറഞ്ഞു. ഇവരെ 3 പേരെയും ഇപ്പോൾ തുടച്ചു നീക്കിയെന്നിരിക്കട്ടെ. അപ്പോൾ താലിബാനിസം, ഇവിടെ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ഇവർ ഇത്രത്തോളം തീവ്രമാകുമോ? അല്ല, തീർച്ചയായിട്ടും. ഇത് ഞാൻ പറയുന്നത് ഇപ്പോൾ ISIS സിറിയയിൽ ഭീകരപ്രസ്ഥാനങ്ങൾ അതുകൊണ്ട് തീരുന്നില്ല. പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഇസ്രായേലിന് ഭീഷണി ഉയർത്തുന്ന 3 കൂട്ടരാണിപ്പോൾ. അതവർ കാണുന്നുണ്ട്. ഈ ഹൂത്തികൾ നേരിട്ട് ആക്രമണം നടത്തിയിട്ടില്ല, പക്ഷെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇറാൻ തൊടുത്തുവിട്ട 2 സാധനങ്ങൾ, ഒന്ന് ഹൂത്തിയാണ്, ഒന്ന് ഹിസ്ബുള്ളയാണ്. അപ്പോൾ ഹിസ്ബുള്ളയെ ആക്രമിക്കുമ്പോൾ ഒരു പക്ഷേ ഇറാൻ ഉപയോഗിക്കുന്ന അടുത്ത ആയുധം ഹൂത്തികളായിരിക്കാം. അതുകൊണ്ട് ഹൂത്തികളും വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇറാൻ ഇപ്പം സത്യത്തിൽ ഹൂത്തികളുടെ നേരെ പ്രയോഗിക്കുമ്പോഴും ഹിസ്ബുള്ളക്ക് നേരെ പ്രയോഗിക്കുന്നത് ഇറാന് നേരെയാണ്, ഇറാൻ്റെ ഭീഷണിക്ക് നേരെയാണ്. അതിനർത്ഥം ഈ ISIS ഉണ്ട്, തീർച്ചയായിട്ടും താലിബാനുണ്ട്, ഇവരുണ്ടല്ലോ, പിന്നെ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ഭീകര സംഘടനകളൊക്കെ ഉയർന്നത്. ഇനി ജമാഅത്ത് ഇസ്ലാമി വെള്ളവും വളവും കൊടുത്ത് പുതിയൊരു കൊണ്ടുവരുന്നത്. കാരണം ഈ നിലവിലുള്ള തീവ്രവാദ സംഘടനകളെ തീർത്താൽ അതിൻ്റെ വേരുകൾ അവിടെ അവശേഷിച്ചാൽ അതിൽ നിന്ന് പുതിയ സംഘടനകൾ രൂപപ്പെടും. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ഇറാന് നേരെ ഇസ്രായേൽ ഒരു ആക്രമണം നടന്നു. ഈ ആക്രമണം കൂടുതൽ രൂക്ഷമാണെങ്കിൽ അവിടുത്തെ എണ്ണപ്പാടങ്ങൾ ഉൾപ്പെടെ അത് കത്തിനശിക്കാം. അങ്ങനെ കത്തിനശിച്ചാൽ ഇറാൻ എന്താ ചെയ്യുന്നത്? അറബ് രാജ്യങ്ങളുടെ സപ്പോർട്ട് ചോദിച്ചു, ഒരാളും പ്രതികരിച്ചില്ല. അപ്പോൾ ഈ ഹൂത്തികളെ ഉപയോഗിച്ച് സൗദിയിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ അവരൊരു ആക്രമണം നടത്തിയിട്ട് അത് ഇസ്രായേൽ നടത്തിയാണെന്ന് കെട്ടിവെച്ചാൽ ലോകക്രമങ്ങൾ ആകെ മാറിയില്ലേ? അതായത് ലോകരാജ്യങ്ങൾ 2 ചേരികളായി തിരിയും. ഇത് ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ എണ്ണപ്പാടങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ സൗദിയെ ആക്രമിക്കും. ആലോചിച്ച് നോക്കി അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യ ഇപ്പോൾ എന്ത് വില കൊടുത്തും ഇസ്രായേലിനെ കൂടെ നിർത്തുന്നത്. 2 കാര്യം എന്താ വെച്ചാൽ അവർക്ക് സ്പൈ വർക്കിന് ഇസ്രായേലിനോളം ശക്തമായൊരു ഏജൻസി ഇല്ല. ഇപ്പോൾ സൗദി അറേബ്യ ഓർക്കുന്നുണ്ടോ? സൗദി അറേബ്യ ജേർണലിസ്റ്റിന് ജമാൽ ഖഷോഗി എന്ന് പറയുന്നൊരു ജേർണലിസ്റ്റ് ആ രാജ്യത്തെ ഭരണകൂടത്തിന് വലിയ ഭീഷണി വരുത്തിയപ്പോൾ അദ്ദേഹം അവിടുന്ന് നാടുവിട്ട്, ജീവനും കൊണ്ട് നാടുവിട്ട് ലോകം മുഴുവൻ ഒളിച്ചു പാർക്കുന്നതിനിടയിൽ അദ്ദേഹത്തെ ട്രേസ് ഔട്ട് ചെയ്ത് കണ്ടുപിടിച്ചു കൊടുത്തത് ഇസ്രായേലാണ്. അതുകൊണ്ട് ഇസ്രായേലിന് ചാരവർക്കിന് വേണം. രണ്ടാമത്തെ കാര്യം, അറേബ്യ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് ഇപ്പോൾ $1 തന്നെയാണ്. അപ്പോൾ അവരുടെ പെട്രോളിയം പാടത്ത് ഇറാൻ്റെ പിന്തുണയോടുകൂടി ഹൂത്തികളൊരു ആക്രമണം നടത്തുമെന്നവർക്ക് അറിയാം. പക്ഷേ ആ ആക്രമണം ആലോചിക്കുന്നതിന് മുമ്പ് കണ്ടെത്താൻ കഴിവുള്ളത് ഇസ്രായേലിനാണെന്നും മാത്രമല്ല അത് പുറപ്പെട്ടാൽ തന്നെ ആകാശത്ത് വെച്ച് വേദിച്ച് തകർക്കാൻ ഇവർക്ക് കഴിയുള്ളൂ എന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 1 കൊല്ലമായിട്ടുള്ള നമ്മളിപ്പോൾ ഇതിൻ്റെ വാർഷികം ആലോചിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത ഇതാണ്. ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് എല്ലാ രാജ്യങ്ങൾക്കും ഭീഷണി ഉയർത്താത്തത് ഇനിയുണ്ടെന്നേ. ലഷ്കർ എ തൊയ്യബ ഉണ്ട്, ജയ്ഷെ മുഹമ്മദ് ഉണ്ട്. ഇന്ത്യക്ക് ഭീഷണി ഉയർത്തുന്ന ഒരുപാട് പേരുണ്ട്. ബംഗ്ലാദേശിലെ തീവ്രവാദികൾ, ജമാഅത്തെ ഇസ്ലാമി, എല്ലാവരും ഉണ്ട്. അപ്പോൾ അത്തരം തീവ്രവാദികൾ നമ്മുടെ കാശ്മീരിൽ തന്നെ എത്ര എണ്ണം ഉണ്ടെന്നാണ് വിചാരം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇസ്രായേൽ മാത്രമല്ല, മറ്റെല്ലാ രാജ്യങ്ങളിലും ഈ ഒരു ഭീകരതയുടെ ഫേസ് ചെയ്യുന്ന രാജ്യങ്ങൾ തന്നെയാണ്. ആ രാജ്യങ്ങൾക്കൊന്നും ഇവരെ ഇഷ്ടമല്ല. പക്ഷേ എന്ത് വെച്ചാൽ അവർ ഇതിനകത്തൊന്നും പരസ്യമായിട്ട് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. കുറച്ചെങ്കിലും റിയാക്ട് ചെയ്യുന്നത് ഖത്തറും അതുപോലെ തന്നെ ബഹ്റൈൻ പോലെയുള്ള 1-2 രാജ്യങ്ങൾ ചില വിട്ടുവീഴ്ച ചെയ്യുന്നു. ബാക്കിയുള്ള രാജ്യങ്ങൾ ഇവരങ്ങ് പോട്ടെ, ഈ ഭീകരവാദ സംഘടനകളാണ് അല്ലേ? അങ്ങനെയല്ല, ഇവർക്കൊന്ന് ഇന്ന് ഇസ്രായേലിനാണ് ഈ അവസ്ഥയെങ്കിൽ നാളെ ഞങ്ങൾക്ക് വരും എന്ന് ഈ മറ്റു രാജ്യങ്ങൾ ചിന്തിക്കേണ്ടതല്ലേ യഥാർത്ഥത്തിൽ? ഒരു ഷിയ ഭീഷണി ലോകം ഭയപ്പെടുന്നുണ്ട്. അത് സൗദി അറേബ്യക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഇപ്പോൾ അത് ചൈന ഉൾപ്പെടെ ഭയപ്പെടുന്നുണ്ട്. ഇറാൻ ഭീഷണി, ഇറാൻ വലിയ വിപത്തായിട്ട്. കാരണം അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയ രാജ്യമാണ് ഇറാൻ. ഇപ്പോഴും ഇറാനെ അമേരിക്ക പോലും ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അമേരിക്ക ഒരു വേൾഡ് വാറിലേക്ക് പോകാനെന്നുള്ള കെൽപ്പ്, ആഭ്യന്തരമായ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുള്ളതുകൊണ്ട് അവരതിന് മെനക്കെടുന്നില്ല. പക്ഷേ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളെ അവരും പിന്തുണക്കുന്നുണ്ട് പരസ്യമായിട്ട്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊരു കാര്യം കൂടി ഇതിനകത്തുള്ളത്,
പണ്ട് ഈ വേൾഡ് വാറുമായിട്ട് ഞാനിതിനെ കമ്പയർ ചെയ്യാനുള്ളൊരു കാര്യം, വേൾഡ് വാറിൽ അധിനിവേശം ഈ ഒരു ലക്ഷ്യമായിരുന്നല്ലോ, കോളനി രാജ്യങ്ങൾ ഉണ്ടാക്കുക, രാജ്യങ്ങൾ കൈയടക്കുക. ഇസ്രായേലിൻ്റെ ഒരു ഹിഡൻ അജണ്ട അതുകൂടിയാണ് ഇപ്പോൾ. ഇസ്രായേൽ ഫസ്റ്റ് റീച്ചിൽ മീൻസ് അവരുടെ ആദ്യത്തെ ഘട്ടത്തിൽ അവരുടെ പ്രൊട്ടക്ഷൻ മാത്രമായിരുന്നു. അവർക്ക് സമാധാനക്കേട് ഉണ്ടാക്കുന്നവരെ തടയുകയും തടുക്കുകയും ചെറുക്കുകയും ആഭ്യന്തര സുരക്ഷയായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ കഴിഞ്ഞ ഇപ്പോൾ ഈ നമ്മൾ പറയുന്ന ഈ ആദ്യത്തെ ഘട്ടത്തിലെ ഇസ്രായേൽ അതാണ്, 48 തൊട്ട് ഏതാണ്ട് 60 വരെയുള്ള ഇസ്രായേൽ. പക്ഷേ അതിന് ശേഷമുള്ള ഇസ്രായേൽ സ്വയം ഒരു സമ്പന്നവും ശക്തവും സായുധമായ വലിയ പ്രബലമായ ഒരു രാജ്യമാക്കി അവർ കെട്ടിപ്പടുത്തുണ്ടാക്കി. അതാണ് ആദ്യത്തെ ഘട്ടത്തിൽ പ്രതിരോധിച്ചു, രണ്ടാമത്തെ ഘട്ടത്തിൽ സ്വയം വളർന്നു, മൂന്നാമത്തെ ഘട്ടത്തിൽ അവർ ചെയ്യുന്നത് ഇനി ഞങ്ങളോട് കളിച്ചാൽ ആരാണോ ഞങ്ങളെ കളിക്കാൻ വരുന്നത് ആ ദേശം കൂടി ഞങ്ങൾ കൈയടക്കും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ അങ്ങനെ കൈയടക്കിയാലും അവിടെയുള്ള ജനങ്ങൾ ഇസ്രായേലിന്റെ കീഴിൽ സുരക്ഷിതരായിരിക്കും എന്നൊരു സന്ദേശം ഇസ്രായേൽ കൊടുക്കുന്നില്ലേ? അല്ല, കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്താ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് യാഥാർത്ഥ്യമായി തീരുന്നതിന് മുമ്പ് കൊല്ലപ്പെടുന്നതിന് ആരും ഉത്തരവാദിയാണ്? അല്ല, ഇപ്പൊ ഇസ്രായേലിന്റെ മേലുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് യഹിയ സിൻവർ ആ ബന്ദികളെ ചുറ്റും സുരക്ഷിത ആ കവചത്തിനുള്ളിൽ യഹിയ സിൻവർ നിൽക്കുന്നത് തന്നെ എന്തുദ്ദേശിച്ചു? പക്ഷേ യഹിയ സിൻവറിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അയാൾ വേറെ ഡൈനാമിറ്റ് കൈവച്ചേക്കും. എങ്ങാനും ഞാൻ പൊട്ടിയാൽ ഇവമാര് ചത്തില്ലെങ്കിലും വെച്ചാൽ ആ ഡൈനാമിറ്റ് പൊട്ടിയിട്ട് ഒരു ഭയങ്കര ഒരു ആസൂത്രണമാണ്. കാരണം ഇനി മാത്രമല്ല, ഇനിയുള്ള കാലത്ത് ഇപ്പം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എന്താ പറഞ്ഞേക്കുന്നത്, അത് ഇവർക്കുള്ള സപ്ലൈ നിർത്തണം ആയുധങ്ങളെ. അതിന് ഈ നെതന്യാഹു തിരിച്ചു പറഞ്ഞത് ഞങ്ങൾ സ്വയം പ്രതിരോധത്തിനാണ് ശ്രമിക്കുന്നത്. തീവ്രവാദ സംഘടനകളെ നിലയ്ക്ക് നിർത്തണമെന്ന് പറയുന്ന ലോകരാജ്യങ്ങൾ ഇപ്പുറത്തേക്ക് മാറി സ്വയം പ്രതിരോധത്തിന് ശ്രമിക്കുന്ന ഞങ്ങളുടെ അടുത്ത് ഇരട്ടത്താപ്പ് കാണിക്കുന്നു. വളരെ കൃത്യമായിട്ടല്ലേ. മറ്റൊന്നുകൂടി അത് ഓർക്കണം, ഇവരിപ്പോൾ ഈ ബന്ദിയാക്കിയ ഇസ്രായേലിയരെ അല്ലെങ്കിൽ ജ്യൂസിനെ എങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, അവർ ഈ ജൂതന്മാരെ പഠിച്ചിട്ടില്ല, ഈ ഇസ്രായേലിന്റെ ചരിത്രം പഠിച്ചിട്ടില്ല. അവർ പരസ്യമായി പറഞ്ഞുകൊണ്ട് കുരുതി കൊടുക്കും അവർ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി. സ്വയം ഒരു മടിയില്ലാത്തവരാണ് അവർ. കാരണം അവരവനെ കൺമുമ്പിൽ വെച്ചിട്ട് ലക്ഷക്കണക്കിന് ജൂതനായി എന്ന ഒറ്റ കുറ്റത്തിന് ഹിറ്റ്ലറൊക്കെ ജൂതന്മാരോട് ഹോളോകാസ്റ്റിലേക്ക് നടന്നു പോയവരാണ്. ഞാൻ എൻ്റെ വംശത്തിൽ പിറന്നു എന്നതല്ല എൻ്റെ കുറ്റം, അതൊരു പാപമല്ല, ഞാൻ എൻ്റെ വംശത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി മരിക്കുന്നു പറഞ്ഞവരാണ്. അങ്ങനെ മരിക്കാൻ അവർ തയ്യാറാവും. അതാണ് ഒന്ന്. വേറൊരു കാര്യം കൂടി ഇതിൽ ചേർത്ത് പറഞ്ഞാലേ പൂർണ്ണമാവും. എന്താ വെച്ചാൽ ഇന്ന് ഞാൻ കണ്ടൊരു പ്രത്യേകത, ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇപ്പോൾ ഇസ്രായേലിന് ആരുടെയും പിന്തുണയില്ല, അറബ് ലോകത്തിൻ്റെ പിന്തുണയില്ല, വെസ്റ്റേൺ പിന്തുണയില്ല, അമേരിക്കയുടെ പിന്തുണയില്ല, UN പിന്തുണ പോലുമില്ല. UN-നെ ഇസ്രായേൽ പരസ്യമായി വെല്ലുവിളിച്ചു, പരസ്യമായിട്ട് ഞങ്ങളുടെ മണ്ണിൽ കാലുകുത്തിയാൽ ഗുട്ടറസിനെ. ഇപ്പോൾ ഇസ്രായേലിനെതിരായി എല്ലാവരും ഇസ്രായേലിൻ്റെ കൂടെയാണ്, ആരും ഇസ്രായേലിനെ എതിർക്കാൻ ആരുമില്ല. 2 കാരണം കൊണ്ടാണ്. പലസ്തീന് വേണ്ടി സംസാരിച്ച അറബ് രാജ്യങ്ങളാണ് ഇസ്രായേലിനെ ഇന്നത്തെ ഈ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അറബ് ലോകം ഒന്നും ഫലസ്തീൻ്റെ കൂടെ ഇല്ല. എന്നാൽ ഫലസ്തീനിൽ കൊല്ലപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി ഇന്നും വേദനിച്ച ഒരാൾ മാർപ്പാപ്പ മാത്രമാണ്. കണ്ടോ അത്? മാർപ്പാപ്പ അത് എനിക്ക് തോന്നുന്നു ഒരു ആത്മീയ നേതാവിന് മാത്രം സ്വീകരിക്കാൻ പറ്റിയ നിലപാടാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യമില്ല, അദ്ദേഹത്തിൻ്റെ അയൽരാജ്യം ഇറ്റലി ഇല്ല, വലിയ രാജ്യമായ അമേരിക്ക ഇല്ല, UK ഇല്ല, ആരുമില്ല. പക്ഷേ അദ്ദേഹം ഇന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ വാർഷികത്തിൽ, ഈ മഹാദുരന്തത്തിൻ്റെ വാർഷികത്തിൽ കൊല്ലപ്പെടുന്ന മക്കളെ, വേദനിക്കുന്ന മക്കളെ, ദുരിതം അനുഭവിക്കുന്ന മക്കളെ, അത് സത്യമാണ് കേട്ടോ. അവർക്കിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആരുടെ കുറ്റം കൊണ്ടായാലും 90% ജനത തെരുവിലാണ്, വീടില്ല. അതെ, 2.25 ലക്ഷം 2,27,000 വീടുകളാണ് തകർത്തത്. ആകെ 23 ലക്ഷം ജനങ്ങളേ ഉള്ളൂ ഈ ഗാസയിൽ. ആ 23 ലക്ഷത്തിൽ 90% തെരുവിലാണ്. അവരുടെ മുഴുവൻ വീടുകളും തകർത്തു, അവിടുത്തെ മുഴുവൻ ആശുപത്രികളും തകർത്തിട്ടുണ്ട്, അവർ വെള്ളം കുടിക്കുന്ന ടാങ്കുകളൊക്കെ തകർത്തിട്ടുണ്ട്. അത് ചോദിച്ചു വാങ്ങിയതാണ്, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ചിലരെങ്കിലും ചോദിച്ചു വാങ്ങിയതാണെന്ന് കാര്യം തർക്കമില്ല. പക്ഷേ എന്നാലും അവർ ദുരിതം അനുഭവിക്കുന്നുണ്ടല്ലോ. മാർപ്പാപ്പ പറയുന്ന അപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെയാണ്. മാർപ്പാപ്പയുടെ ആ വാക്കുകൾക്ക് തീർച്ചയായിട്ടും ഒരു കാരുണ്യത്തിൻ്റെ അപാരമായ പ്രസക്തിയുണ്ട് ഈ സമയത്ത്. അതുകൂടി ചേർത്ത് പറഞ്ഞ് ഈ ആലോചന അവസാനിപ്പിക്കാൻ വീണ്ടും തീർച്ചയായിട്ടും ഈ വിഷയം സംസാരിക്കേണ്ടി വരും.